നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടെ മൂന്ന് മുന്നണികളും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പോരാട്ടങ്ങൾക്കിടയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന് പലയിടങ്ങളിലും വലിയ കനത്ത തിരിച്ചടികൾ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വൈഷ്ണ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൈഷ്ണ എന്ന് പറയുന്ന 24 വയസ്സുകാരിയെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ CPMന്റെ പരാതിയിൽ വൈഷ്ണയ്ക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. കഴിഞ്ഞ ദിവസമാണ് നിർണായകമായുള്ള തീരുമാനം കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും CPMന്റെ പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ഒരു കുഴപ്പവുമില്ല എന്ന് തീരുമാനം എടുക്കുകയും പ്രഖ്യാപനം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഇതേ രീതിയിലേക്ക് കോഴിക്കോടുള്ള കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സംവിധായകനുമായിട്ടുള്ള VM വിനുവിന് വോട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുതിയ പട്ടികയിലാണ് VM വിനുവിന് വോട്ടില്ല എന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. കല്ലായി ഡിവിഷനിൽ VM വിനു പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും വിനു വോട്ട് ചെയ്തിട്ടുണ്ട്. മലാപ്പറമ്പ ഡിവിഷനിൽ നിന്നാണ് വിനു വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. വേറെ ഒരിടത്തേക്കും താമസം മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുമെന്നാണ് കരുതിയതെന്നും കോൺഗ്രസ് നേതൃത്വം ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു. പല ഘട്ടങ്ങളിലായി വോട്ടർ പട്ടിക വന്നപ്പോഴും ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റിലൊന്നും തന്നെ VM വിനുവിന്റെ പേരുണ്ടായിരുന്നില്ല എന്നും നേതൃത്വം ഇതിൽ പറയുന്നു. സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നത്. ദീർഘനാളായി കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപം VM വിനു താമസിച്ചു വരുന്നുണ്ട്. പൊതു സ്വീകാര്യൻ എന്ന നിലയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെയായിരുന്നു VM വിനുവിനെ മത്സര രംഗത്തേക്ക് കോൺഗ്രസ് ഇറക്കിയത്. എന്നാൽ മത്സരിക്കാൻ പറ്റില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന് ഇതൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ VM വിനു രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാളാണ്. കോഴിക്കോട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യത എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയെങ്കിലും അതിന്റെ എല്ലാ പ്രതീക്ഷകളും താളം തെറ്റുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും പാർട്ടി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തുമെന്നും എന്തെങ്കിലും തിരിമറികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം കണ്ടെത്തുമെന്നുമൊക്കെയാണ് നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. മറുവശത്ത് തിരുവനന്തപുരത്ത് വൈഷ്ണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. അംഗത്തട്ടിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ലേബലോടുകൂടെ തന്നെ വൈഷ്ണ ഇറങ്ങിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പൂർണ്ണമായിട്ട് കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ വൈഷ്ണയ്ക്ക് പിന്തുണയുമായിട്ട് കഴിഞ്ഞ ദിവസം അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിൽ കോഴിക്കോട് എന്താണ് സാധ്യത എന്ന് ചോദിക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാൻ ഒരു 50-50 ചാൻസ് എന്ന് തന്നെയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ അത് വലിയ തിരിച്ചടിയായി മാറുന്നു എന്നുള്ള തരത്തിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ചില പൊട്ടിത്തെറികളും കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കോർപ്പറേഷനിലേക്കുള്ള ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടും അവസാനമാകാതെ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും തർക്കം തുടരുന്നു എന്നുള്ളതായിരുന്നു അന്ന് തുടക്കത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ലീഗിന്റെ സീറ്റ് തർക്കത്തിൽ പരിഹാരമാവാതെ വന്നതോടെ കോഴിക്കോട് നോർത്ത് വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറി റംല രാജിവെച്ചതടക്കം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയോടുള്ള വിയോജിപ്പിൽ നല്ലളം ഡിവിഷനിലെ വാർഡ് കമ്മിറ്റികളിലും രാജിവെക്കുമെന്നുള്ളതാണ് സാധ്യത. മുഖാദർ, പന്നിയങ്കര, നല്ലളം, അരീക്കാട്, കൊളത്തറ, മൂന്നാലിങ്കൽ ഡിവിഷനുകളിലും പാർട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തർക്കം പരിഹരിക്കാനായില്ലെങ്കിൽ കോവൂരിലും കുറ്റിച്ചിറയിലും മുഖാദാറിലും അതുപോലെ തന്നെ വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വരും എന്നുള്ള സൂചനയും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വാർഡ് കമ്മിറ്റികൾക്ക് അഭിപ്രായം അറിയിക്കാൻ MK മുനീറിന്റെ നേതൃത്വത്തിൽ അവസരമൊരുക്കുകയും പരാതികൾ കേട്ട് പരിഹരിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തു എന്നാണ് വിവരം. എന്നാൽ ഇതിലൊന്നും ലീഗിലെ തർക്കത്തിന് പരിഹാരമുണ്ടായിരുന്നില്ല. ഒടുവിൽ വെള്ളിയാഴ്ചയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള തീരുമാനം അറിയിക്കുന്നത്. ഇതിനു പിന്നാലെ
പിന്നാലെ പാർട്ടിയിലെ വലിയ പൊട്ടിത്തെറികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിലും പോരും രാജിയും ഒക്കെ തുടരുന്ന സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് സൂചന. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജ് രാജിവെച്ചതും കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയെന്ന് ആരോപിച്ചുകൊണ്ടുള്ളതായിരുന്നു രാജി എന്നതും അന്ന് വലിയ രീതിയിൽ വിവാദമായിരുന്നു. എരഞ്ഞിപ്പാലം വാർഡിൽ സ്ഥാനാർത്ഥി നിർണയ മാർഗരേഖ അട്ടിമറിച്ചു എന്നും വാർഡ് കമ്മിറ്റി നൽകിയ പേരുകൾ പരിഗണിച്ചില്ല എന്നുമായിരുന്നു ഈ രാജിയിലെ പ്രധാനപ്പെട്ട പരാതി. പരാജയം ഭയന്ന് KPCC ജനറൽ സെക്രട്ടറി മറ്റൊരു വാർഡിലേക്ക് പോകുകയും ചെയ്തു എന്ന് അന്ന് വാർത്തകളിൽ ഇടം നേടി. എരഞ്ഞിപ്പാലം വാർഡിൽ നൂലിൽ കെട്ടി സ്ഥാനാർത്ഥിയെ ഇറക്കിയെന്നും വാർഡുമായി ബന്ധമില്ലാത്ത മുൻ ബ്ലോക്ക് സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയാക്കിയെന്നുമൊക്കെയായിരുന്നു ബാബുരാജിന്റെ ആരോപണം. ഗ്രൂപ്പ് ഇല്ലാത്തവർക്കും പെട്ടി തൂക്കി നടക്കാത്തവർക്കും കോൺഗ്രസിൽ പരിഗണനയില്ല എന്നും അഴിമതിയിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് CPM കോൺഗ്രസ് നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ബാബുരാജ് കുറ്റപ്പെടുത്തിയിരുന്നു. പ്രതികരിക്കാൻ കോൺഗ്രസിൽ ആളില്ലാതായി മറ്റൊരു പാർട്ടിയിലേക്കും തൽക്കാലം ഇല്ല എന്നുമായിരുന്നു അന്ന് ബാബുരാജ് അറിയിച്ചത്.